ഒരിക്കൽ ഒരു കഴുതയും കടുവയും തമ്മിൽ ഭയങ്കര തർക്കം നടന്നു. കഴുത പറഞ്ഞു പുല്ലിന്റെ നിറം നീലയാണ്. കടുവ പറഞ്ഞു പുല്ലിന്റെ നിറം പച്ചയാണ്. ഭയങ്കര വഴക്കായി. അവസാനം ഇവരുടെ വഴക്ക് സിംഹരാജന്റെ ചെവിയിലെത്തി. സിംഹം രണ്ടുപേരെയും വിളിപ്പിച്ചു, വിസ്താരം ചെയ്തു, അതായത് വിചാരണ ചെയ്തു. ചോദിച്ചു എന്താണ് പ്രശ്നം. അപ്പോൾ കഴുത പറഞ്ഞു, അല്ലയോ മഹാരാജൻ, പുല്ലിന്റെ നിറം നീലയാണ്. അത് ഈ കടുവ സമ്മതിച്ചു തരുന്നില്ല. അവൻ പറയുന്നു പുല്ലിന്റെ നിറം പച്ചയാണെന്ന്. സത്യത്തിൽ പുല്ലിന്റെ നിറം നീലയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ കടുവ പറഞ്ഞു, മഹാരാജൻ, എല്ലാവർക്കും അറിയുന്നതല്ലേ, പുല്ലിന്റെ നിറം പച്ചയല്ലേ, ഇവൻ എന്താ ഇങ്ങനെ പറയുന്നത്? അങ്ങ് ഇതിന് സത്യസന്ധമായ ഒരു മറുപടി പറയണമെന്ന്. അപ്പൊ രാജാവ് പറഞ്ഞു, നമ്മുടെ സിംഹരാജൻ പറഞ്ഞു, എന്താണ് പുല്ലിന്റെ നിറം നീലയാണ്. സിംഹരാജൻ പറഞ്ഞു, ഈ കടുവയെ പിടിച്ച് തുറുങ്കിലടയ്ക്കൂ. അതേപോലെ കഴുതയോട് പറഞ്ഞു, നീ പൊയ്ക്കോളൂ, നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു, ഇവനാ തെറ്റ്, ഇവൻ പറഞ്ഞത് തെറ്റാണ്, നീ പറഞ്ഞതാണ് ശരി, പൊയ്ക്കോളൂ. അങ്ങനെ നമ്മുടെ കടുവയെ പിടിച്ച് തുറുങ്കിലിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കടുവ സിംഹരാജനോട് ചോദിച്ചു, അല്ലേ മഹാരാജൻ, അങ്ങേക്കറിയാലോ പുല്ലിന്റെ നിറം പച്ചയല്ലേ, അങ്ങ് ചെയ്തത് ശരിയാണോ, ഒന്ന് ചിന്തിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പുല്ലിന്റെ നിറം പച്ചയാണെന്നുള്ള കാര്യം നിനക്കും അറിയാലോ, പക്ഷേ നീ നിന്റെ സമയവും ആരോഗ്യവും അത് തിരുത്താൻ വേണ്ടിയിട്ട് ചെലവാക്കിയതിനാണ് ഞാൻ നിന്നെ ഇപ്പൊ തുറുങ്കിലടച്ചത്. കാരണം നമുക്ക് ചില ആളുകളെ മാറ്റാൻ കഴിയില്ല. അവരോട് നമ്മൾ എത്ര വാദിച്ചാലും നമ്മൾ പറഞ്ഞതായിരിക്കും ശരി, പക്ഷേ അവര് പറഞ്ഞ ശരിയെ അല്ലെങ്കിൽ അവര് പറഞ്ഞ തെറ്റിനെ ശരിയാക്കി എടുക്കാൻ അവർക്ക് സാധിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒന്നുകിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്തു പോവുക, ഒന്നുകിൽ അവർ പറയുന്നത് കേൾക്കാതെ മറ്റൊരു വഴി തിരഞ്ഞെടുത്ത് പോവുക, അല്ലെങ്കിൽ അവർ പറയുന്നത് സത്യമാണെന്ന് സമ്മതിച്ചു കൊടുക്കുക. അല്ലാതെ വെറുതെ നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും ഒക്കെ അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്ത് സമയം കളയുന്നതിനേക്കാൾ നല്ലത് അതല്ലേ. ഹാവ് എ നൈസ് ഡേ.